പുതിയ സർക്കാരിനെ കാത്തിരിക്കുന്നത് വലിയ ബാധ്യതകൾ. മനോരമ ന്യൂസ് അന്വേഷണ പരമ്പര സിമ്പിൾ അല്ല, റിയാലിറ്റി. Welfare pension to 3,000 rupees. UDF ജനങ്ങൾക്ക് മുമ്പാകെ വെച്ച 5 ഉറപ്പുകൾ. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തും എന്നത്. നിലവിൽ 2000 രൂപയാണ് ക്ഷേമ പെൻഷൻ. 62 ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ നൽകുന്നത്. പ്രതിമാസം 1240 കോടി രൂപ, വർഷം 14,480 കോടി രൂപയാണ് സർക്കാർ പെൻഷനായി നൽകുന്നത്. ഇടക്കൊന്ന് മുടങ്ങിയെങ്കിലും 1 രൂപ കുടിശ്ശിക ബാക്കിയാക്കാതെയാണ് ഇടതു സർക്കാർ പടിയിറങ്ങുന്നത്. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചും തുക വകമാറ്റിയും കടം വാങ്ങിയുമൊക്കെയാണ് ഇടതു സർക്കാർ ആ വെല്ലുവിളിയെ മറികടന്നത്. പക്ഷേ പുതിയ സർക്കാരിന് ആ മാതൃക അധികകാലം തുടരാനാവില്ല. അപ്പോഴാണ് പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദാനം. അത് നടപ്പിലാക്കുക എന്നത് പുതിയ സർക്കാരിന്റെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായിരിക്കും. പെൻഷൻ തുക 3000 ഉയർത്തുമ്പോൾ പ്രതിമാസം 1860 കോടി രൂപയാണ് ഖജനാവിന് ബാധ്യതയായി വരിക. നിലവിൽ വേണ്ടതിനേക്കാൾ 620 കോടി രൂപ അധികം. ഒരു വർഷം വേണ്ടിവരിക 22,320 കോടി രൂപ. നിലവിൽ വേണ്ടതിനേക്കാൾ 7,440 കോടി രൂപയുടെ അധിക ബാധ്യത. ഇത്രയും ഭീമമായ ബാധ്യത ഏറ്റെടുക്കൽ നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന് അസാധ്യമാണ്. നികുതി പിരിവ് കാര്യക്ഷമമാക്കിയും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് കൃത്യമായി വാങ്ങിയെടുത്തും വരുമാനം വർദ്ധിപ്പിച്ച് മാത്രമേ ഇത് സാധ്യമാകൂ. അതിനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയും ആസൂത്രണ മികവും പുതിയ സർക്കാരിനുണ്ടാകുമോ? കാലം മറുപടി നൽകേണ്ട ചോദ്യങ്ങളാണ്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.